ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുട്ടികൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് ഒരു കഥ പഠിക്കാം. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആരാ അത്? കർത്താവ് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ. എന്നാൽ നമുക്ക് അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ന് ഒരു വാക്യം പഠിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ന്റെ 3-ാം വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൈലത്തിൻ്റെ സൗരഭം കൊണ്ട് വീട് നിറഞ്ഞു. നമുക്കൊന്നും കൂടെ പഠിക്കാം. ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ മറിയ ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൾ തൈലം എടുത്ത് കർത്താവിൻ്റെ കാലിൽ പൂശി, എന്നാൽ അത് കഴിഞ്ഞിട്ട് അവളുടെ വിലയേറിയ തലമുടി കൊണ്ട് ആ കർത്താവിൻ്റെ കാല് തുടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പഠിച്ചല്ലോ ഇപ്പം തന്നെ. യോഹന്നാൻ 12-ന്റെ 3. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൈലത്തിൻ്റെ സൗരഭം കൊണ്ട് വീട് നിറഞ്ഞു. പെസഹ പെരുന്നാളിന് 6 ദിവസം മുമ്പ് യേശു ബെഥാനിയിലേക്ക് ലാസറിൻ്റെ വീട്ടിൽ പോയി. ഈ ലാസറെയാണ് കർത്താവ് മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ഉയർപ്പിച്ചത്. നമുക്കറിയാം ലാസറിനെക്കുറിച്ച് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നാണ് ലാസറെ ഉയർപ്പിച്ചത്. അവിടെ ലാസറിൻ്റെ ഭവനം കർത്താവിന് ശിഷ്യന്മാർക്ക് അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ലാസർ കർത്താവിനോടുകൂടെ പന്തിയിലിരുന്നിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലമെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി, തൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചോടെ. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ യൂദ ഇസ്കര്യോത്ത് പറഞ്ഞു, ഈ തൈലം എന്തിനാണ് വെറുതെ വേസ്റ്റാക്കിയത്? ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇസ്കര്യോത്ത് ദൂത ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടോ അവരോടുള്ള കരുതൽ കൊണ്ടോ ഒന്നുമല്ല പറഞ്ഞത്. താനൊരു കള്ളനായതുകൊണ്ടും അവൻ മടിശീല അല്ലെങ്കിൽ ആ പണയിടുന്ന സഞ്ചി അവനാണ് സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാശ് അതിൽ നിന്ന് പണം എടുത്തതുകൊണ്ടുമാണ് അവൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ കർത്താവ് ഉടനെ പറഞ്ഞു, മറിയ അങ്ങ് വിട്, എൻ്റെ സംസ്കാര ശുശ്രൂഷ ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർക്കൊക്കെ ചെയ്യാമല്ലോ. ഞാനും എപ്പോഴും നിങ്ങളുടെ അടുക്കലില്ലല്ലോ. ഇനി നമുക്ക് ആ മനപ്പാഠം ഒന്നും കൂടെ പഠിക്കാം. യോഹന്നാൻ 12-ന്റെ 3-ാം വാക്യം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. ഇതിൽ അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നാം നന്ദിയുള്ളവരായിരിക്കണം. യേശു ലാസറെ ഉയർപ്പിച്ച് അതിൻ്റെ നന്ദി മാർത്തയും മറിയയും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യേണ്ടത് ആവശ്യമാണ്. മറിയ ആ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ കർത്താവിന് പൂശി. അധികം താമസിയാതെ കർത്താവ് ക്രൂശിൽ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ. അപ്പോൾ തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് കർത്താവിനെ മറിയ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് പ്രാധാന്യപ്പെട്ട ആ തലമുടി കൊണ്ട് കർത്താവിൻ്റെ കാല് അവൾ തുടയ്ക്കുവാനായിട്ട് കാണുന്നത്. അപ്പോൾ നാം ഈ കർത്താവിനെ നാം സ്നേഹിച്ചാൽ നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ നമുക്ക് ബഹുമാനിക്കുവാനും സാധിക്കും. നാലാമതായിട്ട് ദൈവം മറിയെ മാനിക്കുന്നതും അവളെ പ്രശംസിക്കുന്നതായിട്ടും കാണാം. കർത്താവിന് ഹിതം ചെയ്താൽ കർത്താവ് നമുക്കും പ്രശംസ കിട്ടും. അഞ്ചാമതായിട്ട് കള്ളനായ ഇസ്കര്യോത്താവിന് കർത്താവിനായി ചിലവഴിക്കണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. അവനായി തന്നെ ചിലവഴിക്കുവാൻ ആഗ്രഹിച്ചു. നാം കർത്താവിന് കൊടുക്കുന്നത് ഒരിക്കലും വെറുതെയല്ല എന്നതുകൊണ്ട് സന്തോഷത്തോടും നമ്മുടെ മനസ്സോടും കൂടെ കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കത് പാഠത്തിനായിട്ട് സ്തോത്രം. മറിയ അവൾക്കുള്ളത് കർത്താവിൻ്റെ കാൽക്കൽ ഒക്കെ ഒഴിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത് തക്ക സമയത്ത് അവൾ ചെയ്തു മുഖാന്തരമായിട്ട് അവൾ അനുഗ്രഹിക്കപ്പെടുന്നു. ആ വീട് മുഴുവനും തൈലം കൊണ്ട്, ആ സൗരഭം കൊണ്ട് നിറയുന്നു. അവളും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിട്ട് തീർന്നു. കർത്താവിൽ നിന്ന് പ്രശംസ കിട്ടുവാനും ഇടയാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കർത്താവിനായിട്ട് കൊടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് മനസ്സോടെ ചെയ്യുവാനായിട്ട് ഞങ്ങളെയും സഹായിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ദുഷ്ട മനുഷ്യരിൽ നിന്നും ദുഷ്ട ആത്മാക്കളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. സാത്താൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. പരീക്ഷയിൽ കടക്കാതെ കൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ കൈ അമർത്തണം. നിങ്ങൾക്ക് കാരണം എപ്പോഴും ആൻറ്റി ഇടുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ സ്റ്റോറി കിട്ടുവാനായിട്ട് സാധിക്കും. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.